വായിച്ചു വളരുക, ചിന്തിച്ച് വിവേകം നേടുക എന്ന മുദ്രാവാക്യത്തിൽ ഊന്നിക്കൊണ്ട് അദ്ദേഹത്തിന്റെ സ്വപ്നം രാജ്യമെമ്പാടും സാക്ഷാത്കരിക്കുവാനാണ് PN പണിക്കർ ഫൗണ്ടേഷൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് രാജ്യത്തിലാകെ ഈ ഒരു വർഷം 1 ലക്ഷത്തിലധികം വായന സദസ്സുകൾ നടത്തണമെന്നാണ് ലക്ഷ്യം കൊണ്ടിരിക്കുന്നത്. ഇന്ന് ഏറ്റവും വിശിഷ്ടമായ ഒരു ദിവസമായി നമ്മുടെ വിദ്യാലയത്തിന് ലഭിച്ചതായി ഞാൻ കരുതുന്നു. അപ്പൊ നമ്മുടെ കുട്ടികളെ ലഹരി മുക്തരാക്കുക എന്ന ഉദ്ദേശത്തോടെ ചെയ്യുന്ന ഈ പ്രവർത്തനത്തിന് ഞങ്ങൾക്കൊരു നിർബന്ധമുണ്ടായിരുന്നു, ഒരു സ്വാർത്ഥതയായിരുന്നു. ഞങ്ങളുടെ ഈ പ്രസ്ഥാനത്തിന്റെ ഒരു നെടുന്തൂണായ ശ്രീ തിരുവഞ്ചൂർ അദ്ദേഹം തന്നെ വരണം. ഞങ്ങൾക്ക് നമ്മുടെ ഈ വായന സദസ്സ് നിലവിളക്ക് കൊടുത്ത് ഉദ്ഘാടനം ചെയ്യുന്നതിനുമായി ബഹുമാനപ്പെട്ട കേരള നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അവരുടെ ബഹുമാന പുരസ്സരം ക്ഷണിക്കുന്നു. നമ്മുടെ പണിക്കർ സാർ യഥാർത്ഥത്തിൽ സഞ്ചരിക്കുന്ന ഒരു പാഠശാല എന്നുള്ളത് തന്നെയാണ് കുട്ടികളുടെ മുമ്പിൽ നിൽക്കുന്നത് എന്ന് ആവർത്തിക്കാം. ഇത് ഈ സോഷ്യൽ മീഡിയയുടെ കാലമാണല്ലോ. അപ്പോ ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കും ടെലഗ്രാമും ഒക്കെ യൂസ് ചെയ്യുന്നത് നല്ലതാണ്. പക്ഷെ അത് നല്ല രീതിയിൽ കാണണം. ഒരു 20 മിനിറ്റ് ദിവസവും നിങ്ങൾ വായിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വ്യത്യാസം നിങ്ങൾ അറിയും. വായനയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ കൂട്ടുകാരൻ. ഈ ഒരു സന്ദേശം മാത്രമാണ് നൽകാനുള്ളത്. ഒരു പ്രശസ്തമായ കവിതയുടെ വരികളുണ്ട്. പുസ്തകം